സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ വെള്ളാപ്പള്ളിക്ക് പ്രത്യുപകാരം ചെയ്ത് തിരുവനന്തപുരത്തേക്കും തിരികെ ആലപ്പുഴയ്ക്കും മുഖ്യമന്ത്രി പറക്കുന്നത് ഹെലികോപ്റ്ററിൽ. തിരുവനന്തപുരത്ത് സ്റ്റുഡൻസ് പാർലമെന്റ് സമാപന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി അതേ ഹെലികോപ്റ്ററിൽ തിരികെ ആലപ്പുഴയ്ക്ക് പറക്കും. പ്രളയാനന്തര കേരള നിർമ്മാണത്തിന് ഖജനാവിൽ പണമില്ല, ബില്ലുകൾ മാറുന്നില്ല, തുടരുന്ന ട്രഷറി നിയന്ത്രണം, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഇതിനിടയിലും മുഖ്യമന്ത്രിയുടെ പറക്കും പാച്ചിലിന് കുറവില്ല. ശബരിമല വിഷയത്തിൽ ഒപ്പം നിന്നതിന് വെള്ളാപ്പള്ളി നടേശനുള്ള സർക്കാർ ഉപഹാരമായ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനവും KSDPയിലെ പരിപാടിയും കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ഹെലികോപ്റ്ററിൽ. 3.5 കോടി രൂപയാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ നിർമ്മാണത്തിന് സർക്കാർ നീക്കിവെച്ചത്. ക്ഷേത്രത്തിലെ പരിപാടിയായതിനാൽ സമയവും കാലവും നോക്കിയാണ് ക്ഷേത്ര ഭാരവാഹികൾ 9 മണി തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കും തിരിച്ചുമുള്ള ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ചെലവ് ലക്ഷങ്ങളാണ്. തിരുവനന്തപുരത്തെ പരിപാടി സ്റ്റുഡൻസ് പാർലമെന്റ് സമാപനം, തിരികെ ഹെലികോപ്റ്ററിൽ ആലപ്പുഴയ്ക്ക്. വൈകിട്ട് വരെ ജില്ലയിൽ വിവിധ പരിപാടികൾ. ഇതാദ്യമല്ല മുഖ്യമന്ത്രിയുടെ പറക്കും പാച്ചിൽ. ജനുവരി 28-ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ബെഫി ദേശീയ സമ്മേളന റാലിയിൽ പ്രസംഗിച്ചു തീരുമ്പോൾ കോട്ടയത്ത് ദേശാഭിമാനി അക്ഷരമുറ്റം പരിപാടിയിൽ സ്വാഗത പ്രസംഗം തുടങ്ങിയിരുന്നു. സ്വാഗത പ്രസംഗം തീരും മുമ്പേ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കോട്ടയത്ത് പറന്നിറങ്ങി സംഘാടകരെയും അമ്പരപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ചില ഹെലികോപ്റ്റർ യാത്രകൾ വിവാദവുമായി. 2017 ഡിസംബർ 26-ന് CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ വന്നതിന് ചെലവായ 8 ലക്ഷം രൂപ നൽകിയത് ഓഖി ഫണ്ടിൽ നിന്നായിരുന്നു. വിവാദമായപ്പോൾ പണം പാർട്ടി നൽകുമെന്ന് അവകാശപ്പെട്ടെങ്കിലും തുക പോയത് സർക്കാർ ഖജനാവിൽ നിന്ന്. മഥുരയിൽ 2017 നവംബർ 6-ന് ദളിത് മുക്തിശോഷൺ മഞ്ച് എന്ന സംഘടനയുടെ പരിപാടിക്ക് പറന്നുപോയതിന് ചെലവ് 7,60,000 രൂപ. ഇങ്ങനെ ഹെലികോപ്റ്റർ യാത്രയിൽ ഇതുവരെയുള്ള കേരള മുഖ്യമന്ത്രിമാരിൽ മുന്നിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. 24